തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച ബാക്കി നിൽക്കെ LDFും UDFും പ്രകടന പത്രികകൾ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. സജോ ദേവസ്യ, UDFിന്റെ ജനക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സജോ, ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തിറക്കിയ 5 ഗ്യാരണ്ടികളുടെ തുടർച്ചയായിട്ടാണ്. ഇതിൽ ജനക്ഷേമ പദ്ധതികൾ, അതായത് ഇടത് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിൽ നിന്ന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനേക്കാൾ കേമം എന്ന് അവകാശപ്പെടുന്ന എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത് സജു? സ്മൃതി, ഏറ്റവും പ്രധാനം ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയാണ്. ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അക്കാര്യം അറിയാം. സ്ത്രീകളുടെ സൗജന്യ യാത്ര മുതൽ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി അങ്ങോട്ടേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പെൻഷന്റെ കാര്യമടക്കം സാധാരണഗതിയിൽ നേരിട്ടുള്ള പോപ്പുലർ പ്രഖ്യാപനം എന്ന് കാണാം. സ്ത്രീകൾക്ക് തുല്യ വേതനം ഉറപ്പാക്കുമെന്ന കാര്യം കൂടി ഉണ്ടല്ലോ. സ്മൃതി, ഉറപ്പായും. അതായത് ഈ വനിതകളുടെ അല്ലെങ്കിൽ വനിതാ ക്ഷേമം എന്ന നിലയ്ക്കുള്ള നിരവധി പദ്ധതി പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മുതൽ അങ്ങോട്ടേക്ക് പലതരം ക്ഷേമ പദ്ധതികൾ എന്ന നിലയ്ക്കാണ് അവയെല്ലാം വരുന്നത്. അത് സ്ത്രീകളുടെ മാത്രമല്ല, യുവാക്കളുടെ കാര്യത്തിൽ തന്നെ ഈ പ്രകടന പത്രിക പ്രധാനമായും പറയുന്നുണ്ട്. പദ്ധതി വിഹിതത്തിന്റെ 5% യുവാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നതാണ്. അത് പ്രതിപക്ഷ നേതാവ് ഇത് പ്രകാശന വേളയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമായി പരാമർശിച്ച ഒരു കാര്യമുണ്ട്. ഡ്രെയിൻ സംഭവിക്കുന്നു. അപ്പോൾ യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്തണം, അതിനുവേണ്ടി കൃത്യമായ പദ്ധതി രൂപീകരണം ഉണ്ടാകണം. അതാണ് യുവാക്കളെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രധാന വാഗ്ദാനം. പദ്ധതി വിഹിതത്തിന്റെ 5% എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പ്രധാനമായും യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്തുക, അതിനുവേണ്ടിയുള്ള തൊഴിൽ സാധ്യതകളെ ഇവിടെ തന്നെ തുടരാനുള്ള അനുകൂല സാഹചര്യത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നിർവഹങ്ങളായി അതിനെ കാണുന്നു എന്നാണ് സാധാരണഗതിയിലെ പോപ്പുലർ പ്രഖ്യാപനം എന്നത് നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും വിളിക്കുക. ഈ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ പെൻഷൻ അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിനും അപ്പുറത്തേക്ക് നാടിന്റെ ഒരു സമഗ്ര പുരോഗതി, വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നിവയുടെ കാര്യത്തിലും യുവാക്കൾക്ക് കൂടുതൽ അവസരം സൃഷ്ടിക്കപ്പെടുക എന്ന നിലയ്ക്കാണ്. ആ നിലയ്ക്കുള്ള സാധ്യതകൾ കൂടി, അതാണ് യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതും കൂടി നമ്മൾ പോപ്പുലറായി തന്നെ കാണേണ്ടതാണ്. സാധാരണഗതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിപുലമായ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജോബ് വാച്ച് ടവർ, സാധാരണഗതിയിൽ തൊഴിലന്വേഷകരായ ഒരു യുവനിര തന്നെയാണല്ലോ ഡ്രെയിനിന്റെ അടിസ്ഥാന ഘടകം. അതാണ്. അതും നമ്മൾ കുറെ കൂടി ഗൗരവത്തോടു കൂടി സമീപിക്കുന്നുണ്ട്. പലപ്പോഴും ക്ഷേമ പദ്ധതികൾക്ക് പുറത്തുള്ള പദ്ധതികൾ പോപ്പുലറായി വിലയിരുത്തപ്പെടാറില്ല. അത്തരം വാഗ്ദാനങ്ങൾ കൂടിയും ഈ കാര്യത്തിൽ ഉണ്ട് എന്നതാണ്. ഇപ്പോൾ അതിനോടൊപ്പം എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമാകാവുന്ന ഒരു വിഷയത്തിൽ അതിൽ ഒരു നിയമം കൊണ്ടുവരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. അതിനെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? സ്മൃതി, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ UDF ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ നമുക്കറിയാം, നേരത്തെ പലതവണ ഈ തിരഞ്ഞെടുപ്പിലല്ല, ഇതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇതിലൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച പല ഘട്ടങ്ങളിൽ പല തിരഞ്ഞെടുപ്പുകളിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അത് എത്രത്തോളം പിന്നീട് അതിൽ LDF തന്നെ തുടർന്ന് സ്വീകരിച്ച, ഏറ്റവും ഒടുവിൽ സ്വീകരിച്ച നിലപാടും അവർ വീടുകൾ കയറി വിശദീകരിച്ചതും ഒക്കെ അറിയാം. അത് UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അത് സഹായകരമാകാൻ പോകുന്നത് നമുക്കറിയില്ല. ജനം തീരുമാനിക്കുന്നത് എന്താണെന്ന്. ഈ തെരഞ്ഞെടുപ്പിലാകാം, അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യാശിക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം LDF തിരിച്ചടി നേരിട്ടതിലും അതൊരു ഘടകമായി എന്ന് കാണാം. ആ ഘട്ടം മുതൽ ആചാര സംരക്ഷണ നിയമം ഉണ്ടാകും എന്ന് UDF വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമായി വരുന്നത് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള പരാമർശവും ഇതിലിടം പിടിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി നടപടിയും അന്വേഷണവും ഉണ്ടാകും. ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നേരത്തെ UDF ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആചാരം ലംഘിക്കുന്നതിന് ഒപ്പമല്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കാര്യത്തിൽ ഉറപ്പായ ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. കോടതി ഉത്തരവുകൾ ഉണ്ടെങ്കിൽ പോലും നിയമപരമായി മറികടക്കാൻ കഴിയും. അപ്പോൾ അത് ഉറപ്പു നൽകുന്നു. അതിനെക്കുറിച്ച് നിയമമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ശരി സജോ, ഇപ്പോൾ ഇരുകൂട്ടരുടെയും വാഗ്ദാനങ്ങൾ കൗതുകം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരിച്ചെത്താം.